ശതാധിപനോട് കർത്താവ് പറഞ്ഞു ഗ്രേറ്റ് ഫെയ്ത്ത് എന്ന് പറഞ്ഞു. ഇസ്രായേൽ ഇതുവരെ ഞാൻ ഈ ഇങ്ങനൊരു ഫെയ്ത്ത് കണ്ടിട്ടില്ല. കാണത്തക്കവണ്ണം പുള്ളി ഒന്നും പെർഫോം ചെയ്തില്ല. ദൈവത്തെ സ്തുതിച്ച് അവൻ ജസ്റ്റ് വേർഡ് മാത്രമേ പറഞ്ഞുള്ളൂ. യേശുവിന്റെ അടുക്കെ വന്ന് പറഞ്ഞു, എന്റെ ബാല്യക്കാരൻ തളർന്ന് കിടക്കുകയാണ്, രോഗിയായി. കർത്താവിന്റെ ഹൃദയം കേട്ടോണം, ഞാൻ വരും അവനെ സൗഖ്യമാക്കും. ദൈവത്തെ സ്തുതിച്ച് അവൻ പറഞ്ഞു, നീ ഐ ആം നോട്ട് വർത്തി that you come to under my roof. ഞാൻ യോഗ്യനല്ല. Just send out word. നീ ഒരു വചനം അയച്ചാൽ മതി. ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഞാൻ എന്റെ ബാല്യക്കാരനോട് പോകാൻ പറഞ്ഞ അവൻ പോകുന്നു, വരാൻ പറഞ്ഞ അവൻ വരുന്നു, അവൻ അനുസരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണെന്നറിയാം? യേശുവേ, നിന്നെ നോക്കി പലരും പറഞ്ഞു നസ്രത്തിലെ അശാരിയുടെ മോനാണെന്ന്, മറിയുടെ മോന, തച്ചന്റെ മോന. പക്ഷെ എനിക്കൊന്നറിയാം, കോടാനുകോടി ദൂതന്മാർ നിന്റെ ചുറ്റുമുണ്ട്. You are not a common person. You are not a ordinary person. You are mighty God. You are miracle worker. You are promise keeper. You are the one who waymaker. അന്നേരം കർത്താവ് പറഞ്ഞേ, സ്വന്തം ജനം അവനെ കണ്ടത് മറിയുടെ മോഹൻ, തച്ചന്റെ മോഹൻ. ദൈവത്തെ സ്തുതിച്ച് പക്ഷെ ശതാധിപൻ കണ്ടത് വലിയൊരു അതോറിറ്റിയോട് സ്വർഗത്തിൽ നിറങ്ങി വന്നവനോ. ഇന്ന് രാത്രി ഞങ്ങളോട് പറയാ, നസ്രയത്തിലെ ആശാരിയുടെ മോനെന്നോ മറിയുടെ മോനെന്നോ നീ കണ്ടാൽ നിനക്കൊന്നും ലഭിക്കത്തില്ല. പക്ഷേ കർത്താവേ, നീ ജീവനുള്ള ഒന്നേറ്റെടുത്ത് വെറുതെ ഇരിക്കരുത്. ആത്മമണ്ഡലം തുറക്കുകയാണെന്ന് പ്രതികരിച്ച വചനത്തിന്റെ മുമ്പിൽ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. യു ആർ ദ വൺ ലിവിംഗ് ഗോഡ്, ദ സൺ ഓഫ് ലിവിംഗ് God. അവിടെയാണ് ആത്മമണ്ഡലം തുറക്കുന്നത്. Shall not be revealed the nakedness of your body. എന്താ അറിയോ? വെള്ളയുടുപ്പ്. ദൈവത്തെ സ്തുതിച്ച് വെള്ളയുടുപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് വെള്ള നല്ല കളറാണ്. പക്ഷെ വേദപുസ്തകം പറഞ്ഞ വെള്ള അതല്ല. നമുക്കറിയാം, ഈ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ ഒരു കൂട്ടം നിലവിളിക്കുന്നുണ്ട്. ചില മുദ്രകൾ പൊട്ടിക്കുമ്പോൾ അവര് പറഞ്ഞു, എത്രത്തോളം അവരെ രക്തസാക്ഷികളാണ്, എത്രത്തോളം ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളെ കൊന്നവർക്ക് വേണ്ടി പ്രതികാരം ചെയ്യാതിരിക്കും. അവർക്ക് വൈറ്റ് റോബ്, വെള്ള വസ്ത്രം ഇട്ട് കൊടുത്തു. അത് നമ്മുടെ ടെസ്റ്റിലൊന്നും വാങ്ങുന്നതല്ല. ദൈവത്തെ സ്തുതിച്ച് ഇനിയും വരാനുണ്ട് രക്തസാക്ഷികൾ. അതുവരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ദൈവത്തെ സ്തുതിച്ചാട്ടെ. അപ്പൊ നഗ്നതയുടെ ലജ്ജ, അതേക്കുറിച്ച് തൊടാൻ പരിശുദ്ധം ആഗ്രഹിക്കുക. ഏദൻ തോട്ടത്തിൽ they were fully with the glory of God, our forefathers Adam and Eve. But the moment when they sinned, the glory of God disappeared out of them. Then they felt that in their body they are naked. പാപം ചെയ്തപ്പോൾ തേജസ് മാറി. അവര് നഗ്നരായിരുന്നു. പക്ഷെ തേജസ് അവരെ പൊതിഞ്ഞിരിക്കുകയായിരുന്നു. അവര് നഗ്നരായി. അത് തീർക്കാനാണ് ക്രൂശിൽ കർത്താവ് നഗ്നനായത്. ദൈവത്തെ സ്തുതിച്ചാട്ടെ. ക്രൂശിൽ അതിനാണ് കർത്താവ് നഗ്നനായത്. ഞാൻ ആ പാട്ടിനകത്ത് എഴുതി, ക്രൂശിൽ നീ നഗ്നനായി തേജസ്സിന്റെ വസ്ത്രം ഞങ്ങൾക്ക് നൽകാൻ. മണവാളൻ തലപ്പ് പണിയുന്ന പോലെ, മണവാട്ടി ആഭരണങ്ങളെ തന്നെത്താൻ അലങ്കരിക്കും പോലെ അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി. ദൈവത്തെ സ്തുതിച്ച് അതുകൊണ്ടാണ് പത്രോസും പൗലോസും പറഞ്ഞ, ഞങ്ങൾ ഉടുപ്പില്ലാത്തവരായിട്ടല്ല, ഞങ്ങൾ നഗ്നരായിട്ടല്ല. കുഞ്ഞെ, എത്ര നീ ഡ്രസ് ചെയ്താലും ആത്മാവിന്റെ നഗ്നതയുണ്ട്. അത് കാണുന്ന ദൈവമാണ്, പൈശാചിക വൃന്ദങ്ങളാണ്. ദൈവത്തെ സ്തുതിച്ച് ആ നഗ്നത മാറുന്നത് എവിടുന്നറിയോ? നോക്കിയേ, അവരെ പെട്ടെന്ന് അത്തിയല്ല കൂട്ടി തുന്നിയിട്ടു. വെയിൽ വന്നപ്പോൾ അത്തിയിലെല്ലാം കൂടെ താഴെ പോയി. കർത്താവ് ഒരു രക്തം പരണ്ട ഒരു തോൽ അവരെ ഉടുപ്പിച്ചു. അത് that represents the blood of Jesus. ദൈവത്തെ സ്തുതിച്ച് യേശുവിന്റെ രക്തത്തിന്റെ നനവുള്ള അത് മറച്ച്. ഇന്ന് ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ കർമ്മങ്ങളും നീ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം വേദപുസ്തകം പറഞ്ഞ കരപുരണ്ട തുണിയ. കൊർന്നല്യോസിന്റെ ധർമ്മവും പ്രാർത്ഥനയും സ്വർഗത്തിൽ ചെന്നു. ദൈവത്തെ സ്തുതിച്ച് ഞാൻ ഇന്ന് വിളിച്ചവരോട് പറയാം, നിന്റെ നേർച്ചകളും നിന്റെ കാഴ്ചകളും സ്വർഗത്തിൽ ചെല്ലും. പക്ഷെ നിനക്ക് സ്വർഗത്തിൽ കയറണമെങ്കിൽ പത്രോസിനെ വിളിച്ച് പ്രസംഗം കേൾക്കണം. മനസ്സിലാകുന്നതിന് മാത്രം സ്തോത്രം ചെയ്തേ. മനസ്സിലാകുന്നൊരു സ്തോത്രം ചെയ്തേ. Bible says his answer and his prayers already entered the third heaven. But if we want to go there, definitely he has to hear the word of God. ദൈവത്തെ സ്തുതിച്ച് കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞേ. ആമേൻ. പലതും അവിടെ ചെല്ലും. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ. നിന്റെ കർമ്മങ്ങളൊക്കെ അവിടെ ചെല്ലും. പക്ഷെ നിനക്ക് കയറണമെങ്കിൽ രാത്രിയിൽ നിക്കോദിമോസ് വന്ന് റെക്കമെൻഡ് ചെയ്യാനായിട്ട് വന്ന വലിയ ആളാ. രാത്രി ചെന്ന കർത്താവ് നടക്കത്തില്ലെന്ന് പറഞ്ഞു. ദൈവത്തെ സ്തുതിച്ച് ഇന്ന് രാത്രിയിൽ വളരെ താഴ്മയോടെ ഞാൻ വിളിച്ചു പറയുക,
നിന്റെ കർമ്മങ്ങൾ ചിലപ്പോൾ ചില 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 കാര്യങ്ങൾ, ദാനധർമ്മങ്ങൾ ഇവിടെ പറയുന്നുണ്ടല്ലോ. ഞാൻ നഗ്നനായിരുന്നു, എനിക്ക് ഉടുപ്പിച്ചു, എനിക്ക് ഭക്ഷണം ഇല്ലായിരുന്നു, ദരിദ്രനായിരുന്നു, അതൊക്കെ ചെല്ലും. പക്ഷെ നിനക്ക് ചെല്ലണമെങ്കിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരു മനുഷ്യൻ ലോകം മുഴുവൻ നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? ഇത് വലിയൊരു സുവിശേഷമാ. സാഹചര്യങ്ങൾ, കാലങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുക. അന്ന് കർത്താവ് പറഞ്ഞ പോലെ അവിടെ ഇവിടെ ഭൂകമ്പങ്ങൾ, ജാതിയോടെ യുദ്ധങ്ങൾ, നമുക്ക് കാണാൻ കഴിയാത്തതായ ക്രൂര പ്രവൃത്തികൾ, കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ കൊല്ലുന്നു, പീഡനങ്ങൾ വർദ്ധിക്കുന്നു. ഇതിന്റെ നടുവിൽ ഞാൻ നിന്നോട് പറയാം, നിനക്കൊരു രഹസ്യ സങ്കേതമുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവിന്റെ പാദപീഠമാണ്. കരങ്ങൾ അടിച്ച് ദൈവത്തെ ഒന്ന് മാറ്റപ്പെടുത്തുക. ഹല്ലേലൂയ. അപ്പൊ ആ നഗ്നതയുടെ ലജ്ജ വെളിപ്പെടാതിരിക്കാൻ യേശു ക്രൂശിൽ നഗ്നനായതുകൊണ്ട്, യേശുവെ നീ എന്റെ പാപത്തിന് വേണ്ടി മരിച്ചെന്നും നിന്നെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്നും നീ വിശ്വസിക്കുമ്പോൾ ദൈവം നിനക്കൊരു വസ്ത്രം തരും. അതാണ് യോഗ്യതയുടെ വസ്ത്രം. ദൈവത്തെ സ്തുതിച്ച്. ഞാൻ ഗൾഫിലായിരിക്കുന്ന സമയത്ത് പൊതുമാപ്പുണ്ടായിരുന്നു. ഈ പൊതുമാപ്പ് എങ്ങനെ അറിയോ? ഏത് ക്രിമിനൽസിനും ആർക്കും വരാൻ കഴിയാത്തവർക്ക് അവിടെ ഗവൺമെന്റ് കൊടുക്കുന്ന പാസ്സാ. ഞാൻ ഒരിക്കലേ നസീം ഗാർഡൻ എന്ന് പറഞ്ഞ മസ്കറ്റില് അവിടെ വർക്ക് ചെയ്യുമ്പോൾ ഇക്കാൽ പ്രായമുള്ള അച്ഛൻ, ഒരു മുസ്ലിം സഹോദരൻ, കണ്ടെല്ലാം ചുക്കി തുളഞ്ഞ് ഞാൻ ചോദിച്ചു, ഇക്ക എന്താ? ഓ ഒന്നുമില്ല, ഞാൻ എത്ര ആളെ നാട്ടിൽ പോയിട്ട് നമ്മൾ വിവരങ്ങൾ മലയാളികൾ തിരക്കുമല്ലോ. എന്നോട് പറഞ്ഞു 6 വർഷത്തിൽ കൂടുതലായി. ഞാൻ മക്കളെത്തുണ്ട് 6 പെമ്പിള്ളാര്. ഇക്ക പോയില്ല, എങ്ങനെ പോകാനാ? നമ്മുടെ ലീഗലി എല്ലാം പോയി കിടക്കുക, പേപ്പറെല്ലാം ഒന്നുമില്ല. ഞാൻ എത്ര ഉണ്ട്? ലക്ഷങ്ങൾ. പുള്ളി പറഞ്ഞു ഇത്രയും തുക എനിക്ക് ആരും ഒന്ന് സഹായിക്കാൻ. അമ്മയുടെ മയ്യത്ത് എവിടെ? ഓൾക്ക് പൈസ മതി, ഞാൻ കുഞ്ഞുങ്ങളെ എല്ലാം കെട്ടിച്ച് പൈസ അയച്ചു കൊടുക്കും. എന്നോടാ ഞാൻ ഒരു ദിവസം ചെല്ലുമ്പോൾ ഇക്ക നല്ല പാൻ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് സൂട്ട് കേസൊക്കെ പിടിച്ചോണ്ട് നിൽക്കുന്നത്. ഞാൻ ചോദിച്ചു, എന്താ പറ്റി? നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു അറിഞ്ഞില്ല. പൊതുമാപ്പ് ഒന്നും വേണ്ട, എംബസി കൊണ്ടുവന്ന് ആ റേഷൻ കാർഡിന്റെ ഒരു കോപ്പി കൊടുത്താൽ മതി, ഒരു റെഡ് പാസ് കിട്ടും. ഇമിഗ്രേഷൻ വേണ്ട, ഒന്നും വേണ്ട, ആ പാസ് കൊണ്ട് കയറി വരാം. അതാണ് യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്നത്. കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ച്. രാഘവെന്ന വേശ്യയോട് എന്തോ പറയുന്നറിയോ? അവള് പറഞ്ഞു ഇവിടെ നിങ്ങളുടെ ദേശം പിടിക്കപ്പെടും, ഈ ദേശം പിടിക്കപ്പെടും. പക്ഷെ എങ്ങനെ രക്ഷപ്പെടും? അവിടെ വന്ന ഒറ്റുകാര് പറഞ്ഞു, നീ ഒരു ചുവപ്പ് നൂല് അവിടെ ഇട്ടാൽ ഞങ്ങളത് കാണും. ഇന്ന് ഞാൻ വിളിച്ചു പറയട്ടെ, യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ അടയാളമല്ലാതെ കുഞ്ഞെ വേറൊന്നുമില്ല. നോക്കി, വെളിപ്പാട് പുസ്തകം ഞങ്ങളുടെ സഭയെ മുഴുവൻ പഠിപ്പിച്ചു. ഞാൻ ഓരോ ആഴ്ചകളിൽ കുഞ്ഞുങ്ങളോട് ആ ക്വസ്റ്റ്യൻ ചോദിക്കും. അവിടെ എഴുതിക്കുന്ന രക്തം കൊണ്ട് മുദ്രയില്ലാത്ത കാണാത്ത ഒരുത്തനെയും ദൈവത്തെ സ്തുതിച്ചേ ഒരാമീൻ പറഞ്ഞേ, അയ്യോ ഞാൻ അങ്ങനാന്ന് പറയാൻ ഒക്കത്തില്ല. നോഹയുടെ പ്രളയകാലത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ ഷാജി പാഷ നിൽക്കുന്നെങ്കിൽ പറയും, ആ ടൈപ്പ് തരുന്ന അമ്മാമ ഇങ്ങോട്ട് കയറി വരാൻ പറയും. ദൈവത്തെ ശ്രദ്ധിച്ചേ. അല്ലെ ഓഫറിംഗ് തരുന്ന അച്ചായന. പക്ഷെ വചനം പറയുന്നു, പെട്ടകത്തിന്റെ വാതിലടച്ചത് യഹോവയാ. കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ച്. പെട്ടകത്തിന്റെ വാതിലടച്ചതൊരു മനുഷ്യനല്ല, ദൈവമാ. കുഞ്ഞ് ഇത് ഞാൻ വിളിച്ചു പറയാം, പുത്രന് ന്യായവിധി കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. യേശു ആ തിരുവെഴുത്ത് വായിച്ചിട്ട് ന്യായവിധിയുടെ ഭാഗം വായിച്ചില്ല. നിങ്ങൾ വീട്ടിൽ പോയി നോക്കിക്കോണം. കർത്താവിന്റെ പ്രസാദ വർഷം എന്ന് പറഞ്ഞിട്ട് ബുക്ക് അടയ്ക്കുക. കാരണം ന്യായവിധിക്ക് പകരം ഞാൻ വന്നു കഴിഞ്ഞു. ദൈവത്തെ സ്തുതിച്ചേ. എന്നെ സ്വീകരിക്കുന്നവന്, ഇപ്പോൾ ക്രിസ്തുവേശുള്ളവന് പറ, ശിക്ഷാവിധി ഇല്ല. There is not any condemnation those who believe in Christ Jesus. കർത്താവിൽ ഉള്ളവന് ശിക്ഷയില്ല, അല്ലെങ്കിൽ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസം പ്രസാദ ഭാഷ പറഞ്ഞതാ, അമേരിക്കയിൽ പോകേണ്ട കാര്യത്തിന് വേണ്ടി ഹൈദരാബാദിലെ കോൺസുലേറ്റ് അതിന്റെ അവിടെ പുള്ളി ചെന്ന് നിൽക്കുന്ന സന്ദർഭത്തിൽ പുള്ളിക്കാരൻ പറയാം, അവിടെ വേറെ ഒരു കാര്യങ്ങൾ അവർക്ക് അറിയണ്ട, നമ്മുടെ ഹിസ്റ്ററി ഒന്നും അറിയണ്ട. ആ ഡോക്യുമെന്റിൽ നോക്കുക, അല്ലാത്ത എന്തൊക്കെ ക്വാളിഫൈ ആണ്. ദൈവത്തെ സ്തുതിച്ചേ. അവര് ആ ഗവൺമെന്റ് എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് അതിനകത്ത് കാണണം. കർത്താവിനെ മഹത്വപ്പെടുത്തിക്ക്. കുഞ്ഞുങ്ങളെ, പൗലോസ് പറയുന്ന ദുഃഖത്തോടെ ഞാൻ വിളിച്ചു പറയാം, 2015 ഞാൻ മസ്കറ്റിൽ വീണ്ടും തിരിച്ചു വന്നിടുമ്പോൾ ചെങ്ങന്നൂർ ട്രാവൽ ഏജന്റ് എനിക്കൊന്ന് ബിനോയ് ബ്രദർ എന്നോട് പറഞ്ഞു, ബ്രദറെ നിങ്ങൾ അവിടെ വെച്ചെടുത്ത പാസ്പോർട്ടും ഇവിടെ വെച്ചെടുത്തതും എല്ലാം എടുത്തോണം. കാരണം അവന്മാരെ എയർപോർട്ടിൽ വെച്ചങ്ങാട് ചോദിച്ചാൽ ഒരു അമ്മയും പറഞ്ഞ് യാത്ര മുടങ്ങല്, ഏറ്റെടുക്കുന്നതിന് മാത്രം ഏറ്റെടുത്തു. അമ്മേൻ ഇത്രയും നിയമങ്ങൾ ഇവിടെ ശക്തമാണെങ്കിൽ അമ്മേൻ എന്റെ കർത്താവ് വരുമ്പോൾ എല്ലാരെയും കയറ്റിവിടാം, എല്ലാരും ഒരു പ്രാർത്ഥന മതി എന്ന് പറഞ്ഞ പറ്റത്തില്ല. ദൈവീക നിയമങ്ങളുണ്ട്.